ചക്കയുടെ സീസണൊക്കെ ആകുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ചക്കക്കുരുവാ. നമ്മൾ ഈ വിഷമടിച്ച മലക്കറികൾ മാത്രം കഴിക്കാതെ നമ്മുടെ ചക്കക്കുരു മെഴുക്കും ചക്കക്കുരു ജ്യൂസും ഇവിടെ തയ്യാർ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പൊ ചക്കയുടെ സീസണാ. അപ്പൊ പിന്നെ ഇന്നത്തെ റെസിപ്പി ചക്കക്കുരു കൊണ്ടാവാം. ചക്കക്കുരു മെഴുക്ക് പുരട്ടിയതും ചക്കക്കുരുവിന്റെ ജ്യൂസും. അതിനായിട്ട് ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് നമുക്ക് ചക്കക്കുരു ജ്യൂസും കൂടെ അടിക്കാന്ന്. അതുകൊണ്ടാണ് നമ്മൾ ചക്കക്കുരുവിൻ്റെ ഈ കളർ ചക്കക്കുരു എടുക്കുമ്പോഴത്തേക്ക് ഇത് നമുക്ക് മെഴുക്ക് പുരട്ടാൻ എടുക്കാം. അപ്പം ചക്കക്കുരുവിൻ്റെ ജ്യൂസ് അടിക്കുമ്പോഴത്തേക്ക് ഈ കളറിനൊരു വ്യത്യാസം വരും. നമുക്ക് ഈ ചക്കക്കുരുവിൻ്റെ തൊലി ഭയങ്കര ഗുണമുള്ളതല്ലേ. അപ്പം ഈ ചക്കക്കുരുവിൻ്റെ സ്കിന്ന് കളയണ്ടെന്ന് വിചാരിച്ച് വേറെ കുറച്ച് ചക്ക ഞാനിവിടെ വെട്ടി വെച്ചിരുന്നു. അപ്പം ആ ചക്കയുടെ കുരുവിന് ഇച്ചിരി കളറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 2 സൈസ് ചക്കക്കുരു എടുത്തത്. ഇതിൽ വേണമെങ്കിലും ചെയ്യാം, നമുക്ക് ഈ തൊലിയങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. പക്ഷേ ഗുണമുള്ള സാധനമാണ് ഈ ചക്കക്കുരുവിൻ്റെ തൊലി. അപ്പം പിന്നെ നമുക്കത് കളയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നമുക്ക് ഈ മെഴുക്ക് പുരട്ടാനുള്ളത് നമ്മൾ ഇതുപോലെ ഒരു 4ഓ 5ഓ പീസൊക്കെ ആയിട്ട് ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ ചക്കക്കുരു മെഴുക്ക് പുരട്ടാൻ ആവശ്യമായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. അല്ലാതെ നമ്മൾ ജ്യൂസ് അടിക്കാനോ അല്ലാതെ നമ്മൾ വേവിച്ചൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇത്രയും കിടന്ന് പാടുപെടണ്ട. നമ്മളെ ഇടിയല്ല് മാത്രം മതി. ആ ഇടിയല്ലിനകത്ത് ഈ ചക്കക്കുരു ആദ്യം തന്നെ നമ്മൾ ഈ ചക്കക്കുരു ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം തോരാൻ വെക്കണം. വെള്ളം എല്ലാം തോന്ന് വന്ന് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് ആ ഇടിയല്ലിനോട്ട് ഓരോന്ന് വെച്ച് കൊടുത്തിട്ട് ഓരോന്ന് ഒന്ന് ചതച്ചിഞ്ഞെടുത്താൽ മതി. ചതച്ചിട്ട് നമുക്ക് കുക്കറിനകത്തിട്ട് വേവിക്കും. അപ്പം നമ്മുടെ ചക്കക്കുരു എല്ലാം അരിഞ്ഞെത്തിയിട്ടുണ്ട്. നമ്മൾ ജ്യൂസ് അടിക്കാനുള്ളതും കൂടെ നമ്മൾ ഒരുമിച്ച് ഇതിനകത്തോട്ട് തട്ടിക്കൊടുത്ത് ഒരുമിച്ച് തന്നെ നമുക്കൊന്ന് ആദ്യം തന്നെ ഈ കുക്കറിനകത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ജ്യൂസും കൂടെ അടിക്കുന്നത് കൊണ്ട് നമുക്കിതിനകത്ത് ഉപ്പിടാൻ പറ്റത്തില്ല. ഉപ്പിടാതെ തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ചക്കക്കുരുവിന് വലിയ വേവൊന്നുമില്ല. അത് വേവുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ നമ്മളൊരു സവാള എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. നമുക്ക് ഈ ചക്കക്കുരുവിൽ ധാരാളം വൈറ്റമിനുകളും ചർമ്മത്തിലെ ചുളിവുകൾ അകറ്റാനും ക്യാൻസർ പോലുള്ള രോഗങ്ങൾ തടയാനും മുടി വളർച്ചയ്ക്കും എല്ലാം ഫലപ്രദമായ ഒന്നാണ് ചക്കക്കുരു. ഈ ചക്കക്കുരു കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ചക്കക്കുരു എന്ന് പറഞ്ഞാൽ അത് ഉണക്കി പൊടിച്ചെടുത്തിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാൻ പറ്റും. നമുക്ക് എന്തൊക്കെ ചെയ്യാവോ അതെല്ലാം നമുക്ക് മാവിനായിട്ട് ഉപയോഗിക്കാം. നമ്മൾ സാമ്പാറോ കടലക്കറിയോ ഒക്കെ വെക്കുമ്പോഴത്തേക്ക് ഇച്ചിരി വെള്ളം കൂടി പോവുകയാണെങ്കിൽ നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഈ ചക്കക്കുരുവിൻ്റെ പൊടി ഇച്ചിരി കലക്കി ഒഴിച്ചിട്ടാൽ നല്ല കുറുവി കിട്ടും. സവാളയൊക്കെ ഒന്ന് അരിഞ്ഞ് കിട്ടിയപ്പോഴത്തേക്ക് നമ്മുടെ ചക്കക്കുരു എല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചക്കക്കുരു ഈ പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നേരത്തെ നമ്മൾ ജ്യൂസ് അടിക്കാനായിട്ട് നമ്മൾ കട്ട് ചെയ്യാതെ മാറ്റിയിട്ടിരുന്ന അതെല്ലാം നമ്മൾ ഇതിൽ നിന്ന് പറക്കി മാറ്റിയെടുക്കാം. അപ്പോൾ അത് വിഴുക്കുമാവും, ഇത് ജ്യൂസിന് വേണം. അപ്പോൾ പിന്നെ ജ്യൂസിനുള്ളതെല്ലാം നമ്മൾ മാറ്റി വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെച്ച് ഇനി നമുക്കൊരു പാൻ എടുത്ത് അടുപ്പിലൊന്ന് വെച്ച് ചൂടാക്കിയെടുക്കാം. അത് ചൂടായി വന്നപ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മൾ വറ്റൽമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ചതച്ചത് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്ത്. എനിക്കിച്ചിരി എരി കൂടുതൽ വേണം, നിങ്ങൾ വേണമെങ്കിൽ ഇച്ചിരി കുറച്ചിട്ടോളൂ. കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയായിരുന്നു ഇടേണ്ടിയുള്ളത്. എനിക്ക് മറന്നുപോയി, അത് കുഴപ്പമില്ല. നമ്മൾ മുളകിൻ്റെ പൊടി ഇട്ടാലും ഈ വറ്റൽമുളക് ചതച്ചത് ഇട്ടാലും ശരി തന്നെ നമ്മൾ ആദ്യം തീ ഓഫ് ചെയ്തിട്ട് ആ എണ്ണയിൽ വേണം ഇതൊന്ന് ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ ചിലപ്പം കരിഞ്ഞു പോകും. അങ്ങനെ നമ്മൾ മറന്നുപോയ വെളുത്തുള്ളി ചതച്ചത് നമ്മളിതാ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക് ചതച്ചതില്ലെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതുവരെ നമ്മൾ ഇതിനകത്ത് ഉപ്പ് ഇട്ട് കൊടുത്തില്ലായിരുന്നു. ഇനി നമുക്ക് ഇതിനകത്ത് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചക്കക്കുരുവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ ചക്കക്കുരു മെഴുക്കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചക്കയുടെ സീസണൊക്കെ ആകുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ചക്കക്കുരുവാണ്. നമ്മൾ ഈ വിഷമടിച്ച മലക്കറികൾ മാത്രം കഴിക്കാതെ നമ്മൾ ഇതുപോലെ വിഷമടിക്കാത്ത ചക്കക്കുരുവൊക്കെ കിട്ടുവാണെങ്കിൽ എന്ത് നല്ലതാണ് ഇതുപോലെ മെഴുക്ക് വരട്ടി കൊത്തി കഴിച്ചാൽ. ഇനി അടുത്ത നമുക്ക് ഈ ചക്കക്കുരു വേവിച്ചതെടുത്ത് ജ്യൂസ് അടിച്ച് നോക്കാം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചക്കക്കുരു വേവിച്ചത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക, ഇല്ലേലും കുഴപ്പമില്ല. മിൽക്ക് മേഡും കൂടെ ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ ചക്കക്കുരു ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചക്കക്കുരു മെഴുക്കും ചക്കക്കുരു ജ്യൂസും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ കുറച്ച് ചിയാ സീസോ ഒക്കെ കുതിർത്തിട്ട് കൊടുക്കാം. വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി പിസ്തായോ അണ്ടിപ്പരിപ്പോ എന്തെങ്കിലും നമുക്ക് ഇതിന്റെ മേളിലിട്ടൊന്ന് ദാനിച്ചു കൊടുക്കാം. വീഡിയോ ഇഷ്ടമായാലെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്കും കമന്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.